എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ മേഖലയിലെ റോഡുകൾ തകർന്നതിൽ അടിയന്തര നടപടി വേണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. എന്നാൽ ജനകീയ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന താലൂക്ക് വികസന സമിതിയിൽ പ്രധാനപ്പെട്ട വകുപ്പിലെ പ്രതിനിധികൾ പങ്കെടുക്കാത്തത് തിരിച്ചടിയാകുന്നുണ്ട്. നിലമ്പൂർ മേഖലയിലെ റോഡുകൾ തകർന്നതിൽ അടിയന്തര നടപടി വേണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. എന്നാൽ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന താലൂക്ക് വികസന സമിതിയിൽ ഈ പ്രശ്നത്തിന് മറുപടി പറയേണ്ട പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെയുള്ള സംസ്ഥാന പാതയിൽ പല സ്ഥലങ്ങളിലും റോഡ് തകർന്ന് കുഴികളാണ്. അന്തർ സംസ്ഥാന പാതയായ ഈ റോഡിൽ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓടുന്നത്. വിനോദസഞ്ചാരികളുടെയും ചരക്ക് വാഹനങ്ങളുടെയും യാത്രാവാഹനങ്ങളുടെയും വലിയ തിരക്കാണ് ദിവസവും അനുഭവപ്പെടുന്നത്. എന്നാൽ റോഡിലെ കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുകയും വാഹനങ്ങളുടെ ആയുസ് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. മാസങ്ങളായി ചുങ്കത്ര മുട്ടിക്കടവിൽ റോഡ് തകർന്നിടത്ത് യാതൊരു അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. ഇതു സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് കൊടുക്കാൻ ശനിയാഴ്ചത്തെ യോഗത്തിൽ തീരുമാനമായി. ചുങ്കത്ര പള്ളിക്കുത്ത് കൊന്നമണ്ണ വടക്കേക്കൈ വഴി പാലാങ്കരയിലേക്കും കരുളായിലേക്കും പോകാനും വരാനുമുള്ള റോഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ വഴി ആകെ ഓടിയിരുന്ന ബസ് ഓട്ടം നിർത്തിയതിനാൽ തദ്ദേശവാസികൾ ദുരിതത്തിലാണ്. പുതുതായി ഓടാൻ തയ്യാറുള്ള ബസ് ഉടമയ്ക്ക് ഓടാനുള്ള അനുമതി നൽകാൻ നടപടി വേണമെന്ന് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK സുരേഷ് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് അനുമതി നൽകേണ്ടത് മലപ്പുറം RTO ആണെന്ന് യോഗത്തിനെത്തിയ നിലമ്പൂർ ജോയിന്റ് RTO ഓഫീസ് പ്രതിനിധി അറിയിച്ചു. നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകളിലും ഹോട്ടലുകളിലും പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകി. നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പിഴ അടപ്പിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഏറ്റവും നല്ല സജീവ പ്രവർത്തനങ്ങൾ നമ്മുടെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള മേഖലകളിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താനും അതിനോടൊപ്പം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും പോലീസിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും വലുത് ആരോഗ്യ പ്രശ്നമാണ്. ആ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടി ഉൾപ്പെടുത്തി സജീവമായി ഭക്ഷ്യസുരക്ഷാ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകണമെന്ന് സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെയുള്ള റോഡിൻ്റെ വളരെ ശോചനീയാവസ്ഥയാണ്. അതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി PWDക്ക് കുറിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. യോഗത്തിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ ശ്രീകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പീറ്റർ, പാനായി ജേക്കബ്, നിലമ്പൂർ നഗരസഭ അംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ, CK സുരേഷ്, പറാട്ടി കുഞ്ഞാൻ, വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.